അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അത് പാർട്ട് 4. അല്ല ആരിസ്ക, നമ്മൾ എന്തിനാ വന്ന്? അങ്ങനെ നമ്മളിപ്പോ ചെന്നൈയിൽ എത്തിയില്ലേ? എന്തിനാ ചെന്നൈയിൽ വന്ന്? എന്തിനാ വന്നില്ല ഇന്നലെ? ഇതാ എന്താ വായിക്കാ? നൊങ്കപ്പക്കം, ചെന്നൈയില് നൊങ്കപ്പക്കം. അജ്മല ഷോപ്പ് ഓപ്പൺ ആക്കി ആരിസ്കും ടീമും കൂടി. അപ്പൊ അൽസാദിന്റെ പുതിയ ബ്രാഞ്ച് വടിയാക്കിയല്ലോ കേറിക്കാണ്ട്. അപ്പൊ വീഡിയോ കാണുന്നല്ലേ അജ്മല? വീഡിയോ കാണുന്നോളൂ എല്ലാരും പ്രാർത്ഥിക്കുക, ഉൾപ്പെടുത്താം. ലൈക്ക് അടിക്കാൻ എല്ലാവരും ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യാം. ഏതായാലും ആരിസ്ഖാന്റെ കട ഒന്ന് കേറി കണ്ടോക്കല്ലേ. ഏതായാലും കടക്ക് മൊത്തത്തിൽ കാണിച്ചെടുക്കാം. മൊത്തക്കട ഞങ്ങള് അൽസാദിന്റെ സ്ഥാപകൻ, ഞങ്ങള് ഡ്രൈ ഫ്രൂട്ടിന്റെ സ്ഥാപകനാണ്. നമ്മളെല്ലാം എന്റെ ചങ്ക് മുജീബ് റഹ്മാൻ ബാവ ഞങ്ങൾ വിളിക്കാം. ഇൻഷാ അല്ലാഹ്. ഇല്ല ദീർഘായുസിനും ആഫിയത്തിനും വേണ്ടി എല്ലാരോടും ദോരക്കാൻ പറയും. ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ ആമീൻ. ഇതാ നമ്മളെ കോട്ടക്കുള്ള സാജി എത്തിയോടെ. സാജിയൊക്കെ നമ്മളെ മാനേജർമാരാണ്. അവരാണ് ഇതൊക്കെ ഓപ്പണിംഗുമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്. കൺഗ്രാജുലേഷൻ. എല്ലാ ടൈപ്പ് ഡ്രൈ ഫ്രൂട്ടുകള്, ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? എല്ലാം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനങ്ങളാണ്. തടി വെക്കാനോ? തടി വെക്കാൻ ഒന്നും കഴിക്കണ്ട. ഇപ്പൊ ഇനി 2 മാസം കഴിഞ്ഞിട്ട് തന്നെ തൂക്കും. നമ്മള് മെച്ചുണ്ടോ ചെയ്യുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സൗദിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാവിധ ഡേറ്റ്സുകളും, അഫ്ഗാന്റെ അത്തികളുണ്ട്. ഓക്കെ, പിന്നെ ഓൾ ടൈപ്പ് കാഷ്യൂ, പിസ്ത, ബദാം, പിന്നെ നട്സ്, റോസ്റ്റഡ് ടൈപ്പ് സാധനങ്ങളൊക്കെ, പിന്നെ എല്ലാ ടൈപ്പ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റുകൾ. ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ? പുതിയ കടയിൽ എടാ എന്തേ ഡൗട്ട് വെച്ചോളി, പിന്നെ എങ്ങനെ കിട്ടൂല. 30 എപ്പിസോഡ് 30 കാർ. ഈ സുനാപ്പി അറിയോ? മാമൂൽ ബിസ്ക്കറ്റ്. ഇതിനുള്ളിൽ എന്താ? അയ്യോ കറക്റ്റ്. ചിത്രം ആരിസ്ക്കൊരു മധുരം കൊടുത്താളി. നിങ്ങളെ ഫാൻസ് ആണ് ഇപ്പൊ കൊറേ. യൂട്യൂബ് മൊത്തം ഉദ്ഘാടനത്തിന് ലഡു ഒക്കെ ഉണ്ടായിരുന്നു. ലഡു ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു. ഈ അജ്മലിനെ കാലിയാക്കിയൊക്കെ പ്രകാശനെ പരിചയപ്പെടുത്താം. ഇത് നമ്മള് പ്രകാശൻ, ഇവിടുത്തെ തമിഴ്നാട്ടിലെ വ്ളോഗിങ്ങില്. ഞാൻ വന്നപ്പോ 360 ഒക്കെ എടുത്ത് വരുന്നുണ്ട്. പൊലിവിലെ ആരപ്പോ ഞാൻ അങ്ങനെ നോക്കണോ? നമ്മളെ സ്റ്റാഫാണ് ചെന്നൈയിലെ. നമ്മളെല്ലാം എല്ലാമാണ്. വെൽക്കം വെൽക്കം. ആരിസ്കോട് പറഞ്ഞേരി കാര്യങ്ങളൊക്കെ പറഞ്ഞേരി. ഇത് നമ്മള് പുതിയ സിസ്റ്റം, നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള ടൈപ്പ് നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്താണ്. സീഡ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് സംഭവം നേക്കായി. കൊറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മള് റോസ്റ്റഡ് ഐറ്റംസ്, ബെറീസ്, ഇമ്പോർട്ടഡ് ബെറീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ സാധനം അല്ലേ? അത് ചെന്നൈയിലുള്ളവർക്ക് ഇനി ഹെൽത്തി ആയി സാധനങ്ങൾ കഴിക്കാം. ഇൻഷാല്ലാ. ഇത് നമ്മളെ സ്പേസസിന്റെ കൗണ്ടർ മാത്രമാണ്. ഒരു സ്പേസസ് അവിടെ എന്തൊക്കെയോ കാട്ടുന്നു. കഴിക്കട്ടെ. എന്റെ ആരോഗ്യമാണ് നമ്മളെ മുഖ്യ ലക്ഷ്യം. അന്നെ തൂക്കണം. ഇല്ല അന്നും തൂക്കണം. അണ്ടിപ്പരിപ്പ് നോക്കെ, അതല്ല, അണ്ടിപ്പരിപ്പ് വളർന്ന് ചിലപ്പോ എന്തെങ്കിലും കശുമാവ് ഉണ്ടാവും എന്റെ വയറ്റില്. അതുപോലെ ഞാൻ ആ സംശയമാവും, അല്ലെങ്കിൽ തന്നെ സംശയരോഗമാണ്. അയ്യോ അത് ഭയങ്കര ഹിറ്റാളോ. ഓന്റെ വിറ്റ് കേട്ടത് ചോറ് കഴിക്കണേ ചോറുമാവാ. 2025 മന്തി. നമ്മളെ ഓൺ ചോക്ലേറ്റുകളാണ്. കുറിച്ച് പറട്ടെ. നമ്മളെ ഓൺ ചോക്ലേറ്റുകളാണ് ഇതൊക്കെ. ഓൺ ബ്രാൻഡ് ചോക്ലേറ്റുകളാണ്. അജ്മലെ ഞാനോട് ഇങ്ങനെ പറയരുത്. ഓക്കെ.
ഒന്ന് നിങ്ങൾ എത്തിയോ ആരിസ്കാനി നമുക്ക് ശബ്ദം ഇതൊക്കെ നമ്മള് ഓൾ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സുകൾ. കിവിന്റെ 2 ടൈപ്പ്, ഗോൾഡൻ, യെല്ലോ, പ്രൊമലോ. മാങ്ങല്ലേ ഏത് അല്ലോ ഇത് അജ്മലിനൊന്ന് സംഗതി മനസ്സിലായി. അജ്മൽ പറഞ്ഞു മാംഗോ. ഓറഞ്ച്. അതെന്ത് ഓറഞ്ചാ? ആ ഇത് ഓറഞ്ചാ അജ്മലെ? ഓറഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് പണ്ട് ഉസ്താദ് പറഞ്ഞത്, അറിയാത്തവരോടൊന്നും ചോദിക്കരുതെന്ന്. ഇത് പൈനാപ്പിൾ അല്ലേ? ഇത് പൈനാപ്പിൾ. എന്തൊരു ഇതാത്? അത് പൈനാപ്പിൾ കോയൻ. ഇത് രണ്ടും കിവി. അറ്റ്ലീസ്റ്റ് ഇതിന് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷില്. ജിഞ്ചർ ക്യൂബ് ആണ്. ഈ ജിഞ്ചർ ക്യൂബിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് രാവിലെ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തൊണ്ടവേദന അങ്ങനത്തെ അതിന് നല്ലതാണ്. നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ കഴിച്ചതിനെ നോക്കി മതി. എടുത്തെടുത്തെടുത്തു. ഇത് ജിഞ്ചർ ക്യൂബ് തൊണ്ടവേദനക്ക് നല്ലതാണ്. ഇതെന്താ? കുത്തബിനാറാണല്ലോ. അത് ഭാവനോട് ചോദിച്ചാൽ മതി. ഇതോടെ ബിൽഡിംഗ് അറിയില്ല. ഇത് കോലാലംപൂർ ടിൻ ടവർ ആണിത്. ടിൻ ടവർ മലേഷ്യ. കോലാലംപൂർ എന്നാണ്. കൗല എന്റെ റബ്ബേ. ടിൻ ടവർ ഇത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ എല്ലാവിധ ചോക്ലേറ്റ്സും ഉണ്ട്. മാഷാ അല്ലാഹ്. ക്യാമറ കഴിഞ്ഞ് പുറത്തേക്ക് കൂടി പോരി. അതെ വരി. നോക്കേ, ഇത് നമ്മള് ഷുഗർ ഉള്ള ആളുകൾക്ക്, ഹെൽത്ത് കോൺസെപ്റ്റ് ആയ ആളുകളുണ്ടാവില്ലേ, ഓൾക്ക് ഉള്ള സീറോ ഷുഗർ അമൂലിന്റെ. ഇത് പല കഴിപ്പിച്ചാൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, അത് കുറെ കമ്പനി ഉണ്ട്. എല്ലാ കമ്പനിയിലും ഉണ്ട് ഡാർക്ക്. ഇതൊക്കെ നോ ആഡഡ് ഷുഗർ ചോക്ലേറ്റുകളാണ്. ഇതൊക്കെ അജ്മലിന്റെ മിഠായി, അജ്മലിനുള്ള കോൽമിഠായി. പിന്നെ കിട്ടൂല. പിന്നെ ഷാഹിദേ, എനിക്ക് വെളുക്കാന് പാലില് കുങ്കുമിട്ട് കഴിക്കാം. നമ്മക്ക് രണ്ടാക്കും വെളുക്കാന്. നമ്മള് ഞണ്ട് വെളുക്കാൻ. രണ്ടാണോ? നമ്മള് പാവം കായില്ലാത്തവര്, കറുത്തോല്, വെളുത്ത ആൾക്കാര് വെളുക്കൂ. ഒരു ദിവസം കുടുംബം വെളുക്കോ? അതെ, കുടുംബം വെളുത്താ മതി. അതൊക്കെ നിന്റെ മുക്കും മൂലം ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇത്ര തന്നെ ഉള്ളൂ. നമ്മളെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണിത്. ഇത് നമ്മളെ സൗദിയിലെ മറ്റേ സാധനം മിലാഫ് കോള. അതിന്റെ ഫ്ലേവർ ഉണ്ടാവും. കൊക്കോകോള. പ്രൈമില്ല. ഇതെന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടുത്തെ ഞങ്ങള് ഒരു വീഡിയോ ഇട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വെള്ളം ഇമ്പോർട്ടഡ് വെള്ളമെങ്കിലും കുടിച്ചില്ലെങ്കിൽ റാത്തായി. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റൂല വിശ്വസിച്ച്. ഇത് ഇവിടെ ചെന്നൈക്കാർക്ക് ഇത് വലിയ വർക്കത്ത് വന്ന മാതിരിയല്ലേ ഇങ്ങനത്തെ ഒരു കട. പുറത്തത്തെ ഒന്നുമില്ലല്ലോ. അല്ല, ഇന്ത്യത്തെ ഒരു സാധനം ഇല്ലല്ലോ ഇതില്. കൂടുതൽ ഇമ്പോർട്ടഡ് ടൈപ്പ് ആണ്. എല്ലാരും പ്രാർത്ഥിക്കും. ഇത് ഇന്ത്യയല്ലേ? ഇത് ഇന്ത്യൻ മേഡം. ഇത് കുറെ ആൾക്കാർ കൊണ്ടുപോകാണ്ട്. ഇപ്പൊ ഞാന് ഇത് നമ്മളെ ഇളനീ വെള്ളം, തേങ്ങാവെള്ളം, തേങ്ങാവെള്ളം. മധുരം ഉണ്ടാവും. തേങ്ങാവെള്ളം മധുരം ഉണ്ടാവില്ല. തേങ്ങാവെള്ളം നാച്ചുറൽ ഷുഗർ ഉണ്ടാവും അതില്. അതൊന്നും നല്ല ഉണ്ടാവും.
അജ്മലെ ലൈസൻസ് ആണ്. ഇതെന്താ ഇതെന്താ സാധനം എന്ന് പറയും? ആ അതിന്റെ റൈറ്റ് ഞാൻ ഒരൊക്കെ സാജിനോട് ഇതിന്റെ ഫേവറേറ്റ് സാധനമാണത്. ഞാൻ പറഞ്ഞു ട്രൈഡന്റിന്റെ ഗം ചുളുങ്കം ചുളുങ്കം ചുയിങ്ങാണ്. ചുളുങ്കം എന്താ പറയണ്ടേ? ട്രൈഡന്റിന്റെ ഇമ്പോർട്ടഡ് ആണ് ചുളിങ്കം. ചുളിങ്ങല്ല ചുയിങ്ങം. അയ്യോ കറക്റ്റ്. ഞാൻ എന്താ പറയും നമുക്ക്. ഇത് ഷുഗർ ഫ്രീ ഗമ്മാണ്. ഇതെങ്ങനെയൊക്കെ ചവക്കുക? സാധാ എന്താ ഗം ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല, ഇത് വായക്കപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടും. ഇത് മറ്റേ ഇതല്ലേ സിനമൺ സിനിമ സിനമൺ എന്ന് പറയുന്നത് പട്ട. അയ്യോ എക്സലന്റ്. രണ്ടും പോയി. മണം കേട്ടിട്ടാണ്. ഏകദേശം ഇതിന്റെ റൈറ്റ് പറഞ്ഞത് ഇതിന് ഏകദേശം ഒരു 400. 400 ചില്ലർ പൈസയുള്ളൂ. 100-120 റുപ്യ. ഞാൻ സാജിക്ക് ഒരു ചുയിങ്ങം പറഞ്ഞു. ഞാൻ പോയപ്പോ ഈ ത്രിഡന്റ് എടുത്ത് എന്തോ പറഞ്ഞു പോലെ നമുക്ക് 90-100 അങ്ങനെ എന്തോ പൈസ. ഇനി അജ്മലിന്റെ മുട്ടായി ഉണ്ട്. അജ്മലിന് എനിക്ക് ഫ്രീ ആയിരിക്കുമ്പോ ഇങ്ങനെ കളിക്കാൻ. ടെക്നോളജി വികസിച്ചില്ലേ? കുട്ടികൾക്ക് പറ്റിയ ടോയ്സ്. ഇല്ല ഞാൻ അതല്ല കുട്ടിക്കാ കാറ്റ് വരട്ടാ. ഒരു ഈത്തപ്പഴം കൊടുക്കിയാൽ ഒരു ഈത്തപ്പഴം തരാം. ഇല്ല അതിനുള്ളിൽ വെക്കൂലത്. ഇവിടെ ഇല്ലല്ലോ. ഇല്ല അതിന് മേലെ തട്ടിതാ. അജ്മല് നമ്മളെ സസ്യാക്കണം. ഇല്ല വല്ലാക്ക് ഇല്ല. ഞാൻ കണ്ടിട്ടില്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. നീ ഇത് വെറും സിമ്പിൾ. സിമ്പിൾ ബിസ്മി ചെല്ലിയ പെട്ടെന്നാവോ? ബിസ്മി അല്ല നല്ല മനസ്സറിഞ്ഞില്ല. ഇല്ല നല്ല 100 അസറ് നിസ്കരിച്ചിട്ടില്ല തോന്നുന്നല്ലേ? ഇത് സ്വീകരിച്ചു. ഇത് രഞ്ജുലെ അതൊക്കെ വെറൈറ്റി സാധനം. പട്ട സിനമൺ സിനമൺ എല്ലാ സ്പൈസസും ഉണ്ട് നമ്മളടുത്ത്. എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനം എല്ലാം പ്യുവർ, പക്ക പ്യുവർ. നമ്മളെ ഉലുവ പ്യുവർ സാധനം. ഒരു മണി ചീര എടുത്തോ. ഇത് ചെറിയ ചീരകം നമ്മുടെ നാട്ടിൽ കടയിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ കടയിൽ നമ്മൾ അൽസാദിലുള്ള ഈ ചീരകവും നമ്മളെ കടയിലുള്ളതും കൂടി വീട്ടിലുള്ളതും കൂടി നമ്മൾ വ്യത്യാസപ്പെടുത്തണം. അതിന്റെ സ്മെല്ല് ചെയ്ത് നോക്കാം. ഇത് മണത്തോക ശരിക്കും ആ ചീരത്തിന്റെ കറക്റ്റ് സ്മെല്ലിന് കിട്ടും. അതൊന്ന് കുറച്ച് കിട്ടെ. കായ്ച്ച് ഭയങ്കര പവറാ. അത് ഇതാണ് ഒറിജിനൽ ചെറിയ ചീരകം. നമ്മളവിടുത്തെ ചീരകത്തിൽ വേറെ എന്തൊരു സാധനം മിക്സ് ചെയ്യണോടാ? അത് നിങ്ങൾക്ക് പറഞ്ഞു ഒരു ചീര എന്താ സാധനം? അതേപോലെ തന്നെയാണ് 80-20 ഇതിലാണ്. എന്താ ഇത് കൊറേ നേരം സ്മെല്ലുണ്ട്. മറ്റേത് അര ടീസ്പൂൺ ഇടുന്നിടത്ത് ഇതൊരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പക്ഷെ അതിലേറെ കിലോന് ഒരു 100 റുപ്യാൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. 100-150 കൂടുള്ളൂ. പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് ഇട്ടാൽ മതി. ഇതാ ഒമാൻ ചിപ്സ്. ഹൈഡ് ആയിട്ടുള്ള ഡോറ്. ഇവിടെ ഡോർ ഉണ്ടോ? ഇവിടെ എവിടെയാ ഡോറ്? ഇതാ ടെക്നോളജി. ഞങ്ങളെ സ്റ്റോറാണ്. അത് തുറക്കേ വേണ്ട. നിങ്ങളെ ഡോർ ഉണ്ട് നിങ്ങക്ക് തോന്നി? എനിക്ക് അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലേ ചെറിയ ചീരക നോക്കല്ലേ? കൊള്ളാം. വെറൈറ്റി മീമോ ഇതൊക്കെ മുട്ടായി എടുക്കലും നേക്കാവും. ഇപ്പൊ തന്നെ കൊതിയാണോ? എന്റെ അമ്മനോട് ഞാൻ പറട്ടെ. എന്റെ കൊതി വിളിച്ച് ചീത്തറിഞ്ഞേ. രാവിലെ ഞങ്ങക്ക് മറ്റേ വ്ളോഗ് എടുത്തല്ല ഞങ്ങള്. എന്താ ഞങ്ങള് റോട്ടും കൂടി തെണ്ടിയായിരുന്നത് ചായ അടിച്ചപ്പോ എന്നോട് ആടെ പോകാൻ പറഞ്ഞേ. അങ്ങോട്ട് വന്നൂടെ? ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ പോയത്. ഞങ്ങള് കൊസ്റ്റിയൊക്കെ പോയതല്ലേ. ഞങ്ങളെ കൂട്ടാതെ പോയല്ലോ. എന്നാലും വിളിച്ച് നീപ്പിച്ചാണ്ട് കൊണ്ടുപോലെ. അല്ല നിങ്ങൾ എത്ര നേരം ഉറങ്ങിയത്? ഞാനും ഭാവി നിങ്ങളെ കാത്തുനിന്ന് കുറെ നേരം. നിങ്ങൾ മേലേക്ക് വന്ന് വിളിച്ച് ഞങ്ങളെ നീച്ചിന്. ഞങ്ങളൊക്കെ സുബീക്ക് നീച്ചല്ലേ? നിങ്ങൾ ഭയങ്കര ഉറക്കല്ലേ? നമ്മള് നീച്ചിരുന്നു. ഇഞ്ചി നീച്ചോന്നുള്ളതാണ് സംശയം.
ഞാൻ പൊത്തിന് പറഞ്ഞിരിക്കണേ. എപ്പോഴും ഉറങ്ങി? നിങ്ങൾ എപ്പോഴും ഉറങ്ങി മനസ്സിലാവും? ഞാൻ അപ്പൊ തന്നെ ഉറങ്ങി. എത്ര മണിക്കൂർ ഉറങ്ങി? ഞങ്ങൾ 4-5 മണിക്കൂർ ഉറങ്ങി. 4-5 മണിക്കൂർ മതി ഒരാൾക്ക് ഉറക്കം? അല്ല, ഇന്ന് ശരിയാക്കും. ഇന്ന് അതിന്റെ ഡബിൾ ഉറങ്ങും. നമ്മൾ ഈ ഓപ്പണിംഗ് ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഒന്നാം തീയതി തുടങ്ങുന്ന പറഞ്ഞിട്ട് 1-ാം തീയതി ഇന്ന് ചെറുതായിട്ട് ഒരു ചെറിയ കുട്ടി 4 ലഡു ആകെ ഒരു 1.5 ലഡു, 2 ഗ്ലാസ് ചായ. 4 ഗ്ലാസ് ചായ ഐജനല്ലേ തന്നെ ചോദിച്ചപ്പോ ക്ലാസ്സിലാണ് സ്നേഹത്തോടെ തന്നെ എങ്ങനെ കുടിച്ചാതിരിക്കില്ല. അജ്മലിന്റെ കയ്യിൽ നിന്ന് വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ മേടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ പരിഗണിക്കൂല. ഇതെന്താ ജി? അയ്യോ, ഇതെന്താ സാധനം? ഇത് നമ്മളെ ബ്രാൻഡാണ് ഈ റോയൽ സാദ്. 100% ഗിർ കൗക്കി പശു നെയ്യാണത്. അങ്ങനെ കൊറേ സാധനങ്ങൾ അല്ലേ. അതെന്താ സംഭവം? ഇതെനിക്ക് തടി വെക്കാൻ ഇത് ഡയലി 1 ടീസ്പൂണോ? 1 ടീസ്പൂണ് രാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാം. എന്തിന്? ഇത് എല്ലാവിധ ഡ്രൈ ഫ്രൂട്ട്സ് നോക്കാം. വാൽനട്ട്, ബദാം, കാഷ്യൂ. നമുക്ക് വേണ്ടിരുന്നു. ആ, തടിയൊക്കെ അത് വേണ്ടിരും. 1 ടീസ്പൂൺ കഴിക്കും. അത് വിത്ത് നാച്ചുറൽ അണിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ്. കണ്ടില്ലേ? ഈ തടി ഇല്ലാത്ത കുട്ടിയൊക്കെ പറ്റും. ആ, അപ്പൊ ഇത് രാവിലെ ഇത് മാത്രം കഴിച്ചാൽ വേറെ കഴിക്കണം? ഇതിൽ തന്നെ അത്യാവശ്യം കലോറി ഉണ്ടാവും. അത് ഫ്രൂട്ട് മിക്സ് ജ്യൂസ് അടിക്കാനുള്ള ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇത് നമ്മളെ ബ്രാൻഡ് തന്നെ. നമ്മുടെ കട അടുത്ത നാട്ടിലെ കടയിലുണ്ടല്ലോ. ഇത് ഫുള്ള് ഇത് മൗത്ത് ഫ്രഷ്നർ ആണ്. ഇത് മൊത്തം മൊത്തത്തില് വെറൈറ്റി ടൈപ്പാണ്. ഇവിടുത്തെ കടയിൽ ഒരു സാധനം ഉണ്ട്, അതൊന്ന് കഴിച്ചാ മലയാളി ഹോട്ടലില്ലേ അവിടുത്തെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. ഞാൻ ഇന്നലെ ഷാഹിദ് പറഞ്ഞോട് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് കൈക്കിലാക്കി കൊണ്ടുവരണം അടുത്ത പ്രാവശ്യം പോകുമ്പോ. അങ്ങനെ ആരിസ് ഖാന്റെ ആരിസ് ഖാൻ മാത്രല്ല, ആരിസ് ഖാന്റെ ടീം, ഇതിന് പിന്നിൽ ഒരു വലിയ ടീമുണ്ട്. നമ്മളിതിന്റെ ചെറിയൊരു ഭാഗമാണ്. കടനെ പറ്റി ടീമിനെ പറ്റി ഇതിന്റെ പണി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് നമ്മളൊരു 3 മാസത്തിന് മേലായി. മാഷാ അല്ലാഹ്. കാണാം. എല്ലാ ജില്ലയിലും തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അതല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ മറ്റേ രാജ്യങ്ങളും. കേരളത്തിലാണോ? സംസ്ഥാനം ചെന്നൈ കേരളത്തിലാ? ഇവന് ഇന്ത്യ മൊത്തത്തിൽ ഒരു ജില്ലാക്കി കൂട്ടിക്കണേ. മറുപടി ചെന്നൈ ഏതാ? ചെന്നൈ കേരളത്തിലല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യയിൽ ഒരു തലസ്ഥാനം. സംസ്ഥാനം നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ഒന്ന് കാണില്ല. അന്നെ പുറത്താക്കി ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഇന്ത്യയിലെ സംസ്ഥാനത്തിലെ ഒരു ജില്ല അല്ലെ? ചെന്നൈ അല്ലെ? ഇന്ത്യയിലെ സംസ്ഥാനത്തിലെ ഒരു ജില്ല, അതായത് തമിഴ്നാട്ടിലത്തെ ഒരു ജില്ല അല്ലെ? തമിഴ്നാട്ടിലത്തെ ഒരു ജില്ല അല്ലേ? തമിഴ്നാടിന്റെ ക്യാപിറ്റലോടെ, തലസ്ഥാന നഗരോടെ? ചെന്നൈ. അയ്യോ, കറക്റ്റ്. ഇന്ത്യന്റെ തലസ്ഥാനോടെ? ഇന്ത്യന്റെ തലസ്ഥാനം ഡൽഹി. അയ്യോ. അപ്പൊ കേരളത്തിന്റെ അറിയാ അല്ലേ? കേരളത്തില് തിരുവനന്തപുരം, ഇംഗ്ലീഷ് കൊച്ചിന്ന്. ഖത്തർ, ദോഹ. അല്ല, ഇതിപ്പോ കടലിനെ പറ്റി ചോദിച്ചപ്പോ ഖത്തർക്ക് എത്തിയപ്പോ രാജ്യങ്ങളായി. ചെന്നൈയിലും ഉണ്ട്. നിലവില് നമ്മള് കോട്ടക്കല്, ചെന്നൈ, ബാംഗ്ലൂർ. ഇനി ചെന്നൈയിൽ വരുന്നുണ്ട്. 3 ഷോറൂം കൂടി. പിന്നെ ഒരു സർപ്രൈസ് കാലത്ത് അതും എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ ആണ് അല്ലേ നമ്മുടെ നാട്ടില്. നമ്മൾ പൊളിക്കും ഇൻഷാ അല്ലാഹ്. ഏകദേശം 3-4 മാസം കൊണ്ട് അടുത്ത ഇനാഗ്രേഷൻ ഉണ്ടാവില്ല. ഞാനിത് നോക്കുമ്പോ 100 കൂട്ടം ഇതിന്റെ അവിടെ ഓരോന്ന് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യായിരിക്കുണ്ടാവും. അതായത് ഒരു പണി 5 പേരെ സമയം കണ്ടെത്തും. അതാണ് നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ശരിയാക്കാം.
വെറുതെ ഇരിക്കൂല കിടക്കുമ്പോ നമ്മുടെ വ്ളോഗാണ് അത് ഷാഹിദ് അങ്ങനെ ആയിക്കണു ഞാൻ ഇപ്പൊ അങ്ങനെ ആയിക്കണ്. നമ്മൾ അതേ സിസ്റ്റം ആയിക്കണു ആ. ഡയറിയിൽ എഴുതി വെച്ച ഓരോ വർക്കുകൾ എനിക്ക് ഇപ്പൊ അങ്ങനെ ആക്കണം അപ്പൊ മാർക്കറ്റിംഗിന്റെ നമ്മളെ കംപ്ലീറ്റ് നടന്ന തന്നെ നിങ്ങളാണ് നന്നായിട്ട് ഇപ്പോഴും നിങ്ങളെ അപ്പൊ നോക്കേ നമ്മൾ കംപ്ലീറ്റ് ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ഷാഹിദാണ് ഇതൊക്കെ ശരിയാക്കുന്നത് ഇതിന്റെ പോസ്റ്ററുകൾ ഡിസൈനുകൾ മാഷാ അല്ലാഹ് മബ്രൂക്ക് ഈ കുലവും ചിന്താവും ഭാരത് വേറെ കിട്ടി പോകും. അപ്പൊ എന്തായാലും ഇതിനാണ് നമ്മള് മെയിൻ ആയിട്ട് ആരിസൊക്കെ എന്തേ പറയണ്ടെങ്കിൽ പറയും. അൽഹംദുലില്ലാഹ് സന്തോഷം നിങ്ങൾക്കാണ് ഇപ്പൊ കുട്ടികൾ കൂടുതല്. ഇല്ല 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 അല്ല ആരിസ് ഖാൻ വലിയ എല്ലാവരും നല്ല പഠിക്കുക നല്ല സ്വപ്നങ്ങൾ കാണാം അതെ പണ്ട് നമ്മളമ്മ പറയും മലയാളം സ്വപ്നം കണ്ടാല് ഒരു കുന്നോളം കിട്ടുന്നു റിസ്ക് എടുത്താലേ റിസ്ക് സാപ്പിടും. അല്ല റിസ്ക് എടുത്താലേ റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ എന്നുള്ളത് അതിപ്പോ കട്ടെടുത്ത് നിങ്ങളെ നമ്മള് മാഷാ അല്ലാഹ് മബ്രൂക്ക് റക്കം വാഹിദ്. അതിനർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താണ് ആരിസ് അർത്ഥം റക്കം വായിന്ന് പറഞ്ഞാൽ നമ്പർ 1 എങ്ങനെ നമ്പർ 1 നമ്പർ 1 അതിന്റെ അർത്ഥം അറിയില്ല ആ അതറിയും നമ്പർ എന്റെ ബാക്കിൽ കണ്ട പോയിക്കൊണ്ട് ശരിയാവും എല്ലാരും നമ്മള് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് വളർത്തിക്കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അപ്പൊ ഏതായാലും അപ്പൊ ഏതായാലും ആർക്കന്റെ വന്ന കാര്യം ഏതായാലും പറഞ്ഞു കഴിഞ്ഞു റാത്തായി. എപ്പിസോഡ് ഉണ്ടായിന് വരുന്നതും പോണതും. ഓക്കെ ഓക്കെ എപ്പിസോഡ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പിസോഡ് ആക്കാം. പോണ്ടൊക്കെ നമുക്ക് എപ്പിസോഡ് ആക്കാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഓക്കെ അപ്പൊ ഇതുവരെ കണ്ടതും സപ്പോർട്ട് ചെയ്തതും എല്ലാവർക്കും നന്ദി മാഷാ അല്ലാഹ്. നന്ദി. അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കാൻ പറയണില്ല. ലൈക്ക് അടിക്ക് കമന്റ് ചെയ്യ് ഇൻഷാ അല്ലാഹ്. ലൈക്ക് അടിക്കാം. അപ്പൊ ഓക്കെ എന്നാ അപ്പൊ ഓക്കെ എന്നാ ഏയ് ബൈ.